അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. എഴുപന്ന പഞ്ചായത്തിൽ ചക്കയമൃതം ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനവും പ്രദർശനവും വിപണനവുമാണ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. എഴുപുന്നയിൽ ചക്കയമൃതം ചക്ക ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പരിശീലനവും ശ്രദ്ധേയമായി. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച ചക്കയമൃതം എഴുപുന്ന ചക്ക ഫെസ്റ്റ് 2026 ശ്രദ്ധേയമായി. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നിർമ്മാണ പരിശീലനവും ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു. അരൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ഷാനിമോൾ ഉസ്മാൻ ചക്കയമൃതം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. ഇതിനെ യഥാർത്ഥത്തിൽ ഇന്നൊരു ദിവസത്തേക്കുള്ള ചക്ക വിഭവങ്ങളുടെ ഒരു പ്രദർശനമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഇന്നത്തെ എഴുപുന്ന പഞ്ചായത്ത് നടത്തുന്ന ഈ പരിപാടി കേരള സംസ്ഥാനം മാതൃകയാക്കി ഒരു പദ്ധതിയായി പ്രഖ്യാപിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധങ്ങളുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ വേണമെങ്കിൽ വിദേശത്ത് നിന്ന് ചക്ക വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഗുളിക വലിയ വിലയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളത് വേണമെങ്കിൽ 3 നേരം 5 നേരം കൃത്യമായിട്ട് അത് കഴിക്കാൻ നമ്മൾ തയ്യാറാകും. നമ്മുടെ മുന്നിലുള്ള ഗുണനിലവാരമുള്ള സാധനങ്ങളെ വലിയ മൈൻഡില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള രീതി നമ്മുടെ ഇടയിലുണ്ട്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ പത്മകുമാർ അടക്കമുള്ള കുറച്ച് ഗവേഷകരാണ് ചക്ക ഫെസ്റ്റുമായിട്ട് കേരള നിയമസഭയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിലുള്ള 100 പേർക്ക് ഡയബറ്റിക് ഉള്ള 100 പേർക്ക് ചക്ക നൽകിക്കൊണ്ട് ചക്കയുടെ ഗുണഫലത്തെ കുറിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഗവേഷണം നടത്തി. ഈ ഷുഗറിന്റെ ഡയബറ്റിക് ഷുഗർ ലെവൽ താഴെയായി എന്നുള്ളതാണ് അതിന്റെ ഗവേഷണത്തിന്റെ. എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കായംകുളം KVKയുടെ നേതൃത്വത്തിലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ചക്കപ്പായസം, ചിപ്സ്, ചക്ക ലഡു, ചക്കയട, ചക്കക്കുരു പൗഡർ, വൈവിധ്യമാർന്ന ചക്കപാനീയങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും കാണാനും വാങ്ങാനുമായി നിരവധി ആളുകൾ എത്തിച്ചേർന്നു. പരിപാടിയോടനുബന്ധിച്ച് ദ്രുത ഫലസിദ്ധിയുള്ള മുന്തിയ ഇനം പ്ലാവുകൾ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷ തൈകൾ സൗജന്യ നിരക്കിൽ വിതരണം ചെയ്തു. മുൻകൂട്ടി പണമടച്ചവർക്കാണ് തൈകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അംബുജാക്ഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ അശോകൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ഫാത്തിമ റഹിയാനത്ത് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി.